അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാനും എൻ്റെ അമ്മയും അമ്മ മാത്രം, ഞാനൊന്നും ചെയ്തില്ല. ചിക്കൻ കറി അടുപ്പിലുണ്ടാക്കും. കാരണം ഇവിടെ ഈ അടുപ്പിൽ നിന്ന് ചിക്കൻ കറി ആക്കുന്ന ടേസ്റ്റല്ലമ്മേ. പാട്ടൊക്കെ കൊണ്ട് ടേസ്റ്റാണ് ഇപ്പോൾ വിറകടുപ്പിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ തീവൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും തേങ്ങാക്കൊട്ടും പച്ചമുളക് കൂടി വേണം. പച്ചമുളക് നമുക്ക് അത്രയ്ക്ക് എരിവ് ഇഷ്ടമല്ലാത്തതുകൊണ്ട്, പച്ചമുളക് ഇല്ലാത്തതുകൊണ്ടും ഇപ്പൊ തീർത്താൻ തുടങ്ങി. ഇത്രയും നേരത്തെ വീഡിയോ എടുക്കാൻ തുടങ്ങണമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ അതിനെ കുറച്ച് വീഡിയോ എടുക്കണമായിരുന്നു എന്ന്. ഇതിനകത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി കണ്ണു തീരാതെ മതിയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇങ്ങനെ അമ്മ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അതിനെ നോക്കി നിൽക്കണം. അല്ലെങ്കിൽ ഞാൻ നോക്കലേ. ഞാനിങ്ങനെ പുറത്തുനിന്ന് ചിക്കൻ കറി വെച്ചിട്ടുമില്ല. അല്ലാതെ ആദ്യം തന്നെയാണ്. എല്ലാം ആദ്യം ഇപ്പൊ തക്കാളി കുറിക്കുക. എനിക്ക് തക്കാളി ഇഷ്ടമല്ല. എനിക്ക് പക്ഷെ തക്കാളി ചോറ് എൻ്റെ ഒക്കെ ഇഷ്ടപ്പെട്ട ഫുഡേ. പക്ഷെ എനിക്ക് തക്കാളി തന്നെ തിന്നാൻ ഇഷ്ടമല്ല. ഇപ്പോഴും മാറ്റി വെക്കും. നീ ചിക്കൻ കറി കഴിക്കുമല്ലോ. ചിക്കൻ കറി കൂട്ടിക്കോളാ. അമ്മ കൊണ്ട് തക്കാളി പച്ചക്ക് ഇങ്ങനെ ഉപ്പിൽ മുക്കി തിന്നില്ലേ? എടുക്കാൻ മറന്നുപോയി. തക്കാളി തൈരൊക്കെ ഒഴിച്ച് സാലഡാക്കി കഴിക്കാൻ എമ്മി ടേസ്റ്റാ. പക്ഷെ ഞാൻ സാലഡിന്റെ ചാറേ തിന്നുള്ളൂ. പിന്നെ ഉള്ളിയും തക്കാളി ഉള്ള സാധനങ്ങളൊക്കെ തിന്നാ. പക്ഷെ അതൊന്നും തിന്നാൻ ഞാൻ എപ്പോഴും മാറ്റി വെക്കും. അത് ശരിയല്ല. അതെ, കുട്ടികളാകുമ്പോൾ എല്ലാം കൂട്ടി പഠിക്കണം. ഫോണിലേക്ക് വീഴാന്നാ മതിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതാ പുറത്തടുപ്പ് സെറ്റ് ചെയ്ത്. അത് മാത്രല്ല ഗ്യാസിലധികം അതന്നെ വലിയ കാര്യമാണ്. ഈ വിറകടുപ്പിൽ ചിക്കൻ വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാ. ടേസ്റ്റ് ഉണ്ടല്ലോ. പണ്ട് അമ്മേൻ്റെ കുഞ്ഞായിരുന്നു. ഇപ്പം അമ്മേൻ്റെ അച്ഛനൊക്കെ പുറത്തടുപ്പിലിങ്ങനെ വെക്കുവേ. അതിങ്ങനെ തിളക്കുമ്പം വരുന്നൊരു മണമുണ്ട്. അതൊരിക്കലും നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ച് കിട്ടുന്നില്ല. അത് ഞാൻ വിചാരിച്ചു ഒരു നാടൻ കോഴീൻ്റെ ആയിരിക്കും, നാടൻ കോഴി വെക്കുന്നതുകൊണ്ടായിരിക്കും. പക്ഷെ അതൊന്നും അല്ല. ഈ വിറകടുപ്പിൽ വെക്കുന്നത് ചിക്കൻ ഒരു പ്രത്യേകമാണ്. അതുമായി ഓർമ്മിച്ചു. നമ്മൾ ഒരു ദിവസം അമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ ചിക്കൻ ഇവിടുന്ന് ഗ്രില്ല് ചെയ്ത് നമ്മളില്ലാതെ തിന്നുന്ന് ഓർമ്മയുണ്ടത്? ഓർമ്മയുണ്ട്. നാട്ടിക്കൽ രസം നാറ്റിക്കും. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം നാറ്റിക്കുന്നത്. ഒന്നാമത്തെ ഹാരി പോട്ടറിന്റെ ബുക്കില് ഞാൻ നമ്മളെ അച്ഛനെ എടുത്തടിച്ച് വഴണ്ടി. വിറകടുപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വഴണ്ടാൽ മതി. കാരണം ചിക്കൻ കുറച്ച് സമയം എടുത്തിട്ടേ വേകുള്ളൂ. അപ്പം അന്നേരത്തെ ഉള്ളി ബാക്കി അതിൽ കിടന്ന് വെന്തോ. നമുക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഈ അടുപ്പിലാക്കാൻ നല്ല കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ അടുപ്പിൽ ആക്കാൻ ഫുഡിൻ്റെ സാധനം മാത്രം വാങ്ങിച്ചാൽ മതി. വിറകാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാടിനടുത്ത് ഇരിക്കുന്നുണ്ട്, പ്രശ്നമില്ല. കാടും മറിയൊക്കെ എടുത്തു. പക്ഷേ അതിനത്ര സുഖമില്ല. ഇത് നല്ല അടുപ്പൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ടാണ്. അത് നമ്മൾ തട്ടിക്കൂട്ടിയതായതുകൊണ്ട് അതേപ്പോ പറയാൻ പോലെയല്ലോ. ആ തട്ടിക്കൂട്ടിയാക്കി കണ്ണിലേക്ക് തന്നെ അടിക്കും. ഞാൻ അമ്മമ്മയുടെ ഫോണിൽ കണ്ടിന് എന്താണ് ഈ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു അടുപ്പ്. അപ്പം ഇത് ശരിക്കും ഇത്രയും തക്കാളി ഉള്ളിയിടാനൊന്നും ആവശ്യമില്ല. പക്ഷെ നിനക്ക് ചിക്കൻ കറിയാ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇത്രയും ഇരുന്നോട്ടേ. നമ്മൾ കറിയല്ല, നമ്മൾ ഭയങ്കര ഡ്രൈ ഫ്രൈയാണ് നമ്മൾ സാധാരണ ആക്കാറുള്ളത്. നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല. അമ്മ എന്തോ ഇതിനകത്ത് ഇടാൻ മറന്നു. ഇടാൻ മറന്നത് അതായത് ഗരം മസാല ആണോ? പെരുംജീരകം. അത് ആദ്യം എണ്ണക്കകത്ത് പൊട്ടിക്കണമായിരുന്നു. എനിക്ക് ജീരകത്തിന്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഇത് പെരുംജീരക. 2 ടൈപ്പ് ജീരകമുണ്ട്. നിനക്കൊന്നും അറിയില്ല, നീ അടുക്കള വശത്തേക്ക് വരാറില്ല. ഇതാ മറ്റേ ഈ
ഹോട്ടലിൽ പോകുമ്പം ഈ ലാസ്റ്റ് നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് കിട്ടുമ്പോൾ ഒരു മുട്ട ആ എനിക്ക് അതിൽ ഇഷ്ടം നല്ലോണം തന്നെ ഇവിടെ മുട്ടായി എനിക്കിപ്പോൾ മുട്ടായി തന്നില്ല മുട്ടയല്ല ഞാൻ മുട്ട തന്നിട്ടില്ല. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ചിക്കൻ മസാല, ഓ നമ്മള് ഗരം മസാല, എന്തെങ്കിലും മസാലയാണോ? ഓ മഞ്ഞപ്പൊടി, അമ്മ എല്ലായിടത്തും ആയില്ല. മഞ്ഞപ്പൊടി നിർബന്ധമാണ്. പൊതുവെ നമ്മൾ എന്ത് കറി വെച്ചാൽ നമ്മൾ മഞ്ഞപ്പൊടി ആഡ് ചെയ്യാറുണ്ട്. മഞ്ഞപ്പൊടി ഇല്ലാതെ ജീവിതമില്ല. അല്ല ഉപ്പിന് പോലെ അല്ല ഉപ്പല്ല മഞ്ഞപ്പൊടി ആഡ് ചെയ്തു. എന്താ ബൂസ്റ്റാ? ഓ അല്ല മുളക് പൊടി ചേച്ചി എരിവില്ലാത്ത മുളക് പൊടിയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ആയിട്ട് എപ്പോഴും തെറ്റിപ്പോന്ന് ഞാൻ പറയുന്നത് വഴറ്റി അങ്ങ് എടുക്കുക. വീട്ടിൽ നിന്ന് സോസ് ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഇട്ടു. പക്ഷെ തേങ്ങാക്കൊത്ത് കടിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റായി. ഞാനും അമ്മടും ഉണ്ടല്ല ഈ തേങ്ങയോടെ മുറിച്ച് വെച്ചിട്ടുണ്ടായത് അത് ഇടക്കിടക്ക് ഇങ്ങനെ എടുത്ത് തിന്നിനി അമ്മ അറിയാതെ. അമ്മ ഈ ഉള്ളി ഇങ്ങനെ ഇതിനകത്ത് ഇടുന്ന ഇങ്ങനെ മുറിച്ച് ഇടുന്ന സമയത്ത് ഇത് ഗരം മസാല അല്ല, ഇത് ഞാൻ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ഇത് ഈ മല്ലിപ്പൊടിക്ക് പ്രത്യേകതയുണ്ട്. ഇത് കഴുകി നല്ല മണം. എന്താണെന്നറിയാം മണത്തിന് കാരണം? ഇല്ല, നമ്മൾ മല്ലി വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കി നല്ലോണം വറുത്ത് പൊടിച്ച് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാ. അങ്ങനെ ചിക്കൻ കറിയിൽ മീൻ കറിയിൽ ഇട്ടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ ഇത്ര ഒരു മണം, മല്ലീൻ്റെ ആ മണം അങ്ങനെ തന്നെ കിട്ടൂല. മല്ലിപ്പൊടി എപ്പോഴും കുറച്ച് ചിക്കന് കുറച്ച് കൂടി വെക്കുമ്പോൾ എനിക്കതിന് അളവൊന്നുമില്ല, ടീസ്പൂണൊന്നുമില്ല, എല്ലാം ഒരു ഉദ്ദേശം. ഒത്താലൊത്തു. പാളിപ്പോയ ചരിത്രം എനിക്കില്ല. അതെ, അല്ല പാളിപ്പോയിട്ടുണ്ടെന്ന് പറയാൻ നിനക്ക് പേടിച്ചിട്ടാണ്. അതെനിക്കല്ലേ അറിയത്തുള്ളൂ. പരീക്ഷ. ഇനി നമ്മൾ എന്തിടണം? ഇനി ചിക്കൻ അല്ലേ? ചിക്കൻ പൊടിയാണ് എടുത്തത് ഇടുന്നത്. അതിന് അളവൊന്നുമില്ല, എനിക്ക് തോന്നിയ അളവ്. നിങ്ങളത് സഹിച്ചോളുക. ഞാൻ ഇത്തിരി ഗരം മസാല അവസാനം ഇപ്പം അതായിട്ടൊരു കുറവ് വേണ്ട. പിന്നല്ല ഇത് കണ്ടോണ്ടിരിക്കും ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള കുക്കൊക്കെ ഇങ്ങനെ ഈ പെണ്ണുങ്ങൾ എന്താ ചെയ്യുന്നത് നോക്കിയിരിക്കുന്നു. ഞാൻ പറയുന്നില്ല, പോടി. അതല്ല ഏതല്ല, ആക്ച്വലി എനിക്കിങ്ങനെ നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ വരുന്ന ചിക്കനാണ് എനിക്കിഷ്ടം. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം? വളരെ തീ കുറച്ച് കുറേ സമയം എടുത്ത് ഇത് വഴറ്റി ബ്രൗൺ കളറാക്കണം. അതിനുള്ള സമയം എനിക്കില്ല. വിശപ്പിന്റെ വിളി വന്നതുകൊണ്ടും. ഇപ്പൊ ചിക്കൻ കറി പോലെ ഉണ്ട് കാണാൻ. ഇപ്പോഴാണ് നേരത്തെ എന്നുവെച്ചാൽ ഈ മസാല ദോശനകത്ത് ഇങ്ങനെ കാണുന്ന മസാലയില്ലേ അതുപോലെ ഉണ്ട്. ഇപ്പോഴാ ചിക്കൻ കറി ആയിരുന്നു. ഇങ്ങനെ പറഞ്ഞു കൊളാക്കൂടി. കൊളാക്കും. എന്ത് ചെയ്യണം? ചിക്കൻ ഇടണം. ഇപ്പം അങ്ങോട്ട് വിതറുക. കൂടിയാ കൂടി കുറഞ്ഞാൽ കുറയും. അല്ല കുറയ്ക്കാൻ പറ്റുന്ന പ്രശ്നം നമുക്ക് പിന്നെ ഇടാലോ. കൂടിയാ പ്രശ്നം. കൂടിയാലും പ്രശ്നമില്ല. How many tasks are there? എനിക്കൊക്കെ എന്ത് സുഖമൊന്നും അറിയണ്ട. കയ്യും കഴുകി തട്ടിയാ മതി. തട്ടിയാൽ മതി. എന്നിട്ട് കുറ്റവും പറഞ്ഞാൽ മതി. റെഡി ലോക്കൽസ്. അങ്ങനെ പോട്ടേന്ന് വെച്ചിട്ടാ. നീ പീസ് കഴിക്കൂല? ഉറപ്പിന്റെ ഉറപ്പ് ഞാൻ കഴിക്കത്തില്ല. എനിക്ക് പൊരിക്കേ പീസ് പൊരിക്കാം. താങ്ക് യു. ഇനി ഈ ചിക്കന് വെള്ളം ഇറങ്ങും കേട്ടോ. അതുകൊണ്ട് ഞാൻ അധികം വെള്ളം ഒഴിക്കാത്തത്. പക്ഷെ നിനക്ക് ചാറാ ഇഷ്ടം. വൈകുന്നേരം അച്ഛൻ കപ്പ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിന്ന് വൈകുന്നേരം കപ്പയും നോക്കി. എനിക്ക് കപ്പ അങ്ങനെ ഇഷ്ടമല്ല. ഞാൻ എന്തായാലും കൂട്ടിയൊക്കെ ചിക്കൻ കറിയുടെ കൂടെ കപ്പ ടേസ്റ്റ് ഉണ്ടാവും. നിനക്കല്ലെങ്കിൽ ദോശ കിട്ടുക. ഓക്കെ.
ഞാൻ തിന്ന് നോക്കാം കപ്പയും ചിക്കൻ കറി. ഒരു നിർബന്ധമില്ല, നല്ല കഴിച്ചു. എനിക്ക് മിക്സ് ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഫോൺ അടുപ്പിലേക്ക് ഇടല്ലേ. ആ അത് ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് പറയുകതേ ഉള്ളൂ. ഇപ്പോൾ ചിക്കൻ കറീനകത്ത് ഫോൺ ഇടാതെന്നാൽ മതിയായിരുന്നു. ഇപ്പം അതിനൊരു കുറവേ ഉള്ളൂ. ആ എനിക്കിത്തിരി തരുമോ? കുക്കായിട്ടില്ലേ? ഓ ഓക്കെ ബെസ്റ്റ്. ഞാൻ കട്ടാക്കിക്കോളേ. അടച്ച് വെക്കണം. ആ ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ഇത് എനിക്ക് പ്രത്യേകിച്ച് അടച്ച് വെച്ച് കഴിയുമ്പോൾ ഇളക്കിയ സ്പൂൺ അതിൻ്റെ മേലെ തന്നെ വെക്കണം എന്നുള്ളത് ആചാരമാണോ? എത്തിക്കാൻ പാടില്ല. ആ മറന്ന പണി പാളി അല്ലേ? എന്തിനങ്ങനെ വെക്കുന്നു ശരിക്കും? അങ്ങനെ വെച്ചാൽ ചിക്കൻ രുചി ഉണ്ടാവും. ഓഹോ, നല്ല രുചിയുണ്ടാവും. ചീര, തക്കാളി, വരുന്ന സംഭവം പച്ചച്ചീരയാന്ന് തോന്നുന്നു. ആ ഇവിടെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ നട്ടു വെച്ചിട്ട്, അപ്പം ഇതൊക്കെ അമ്മയാണ് ചെയ്തതെന്ന് പറയണമെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ കിളച്ചത് കിളക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്തു. ഞാനും അമ്മളും ഹെൽപ്പ് ചെയ്യുന്നു കേട്ടാ. ഇവിടെയും ചെടി നട്ടിട്ടുണ്ട്. ചീരേൻ്റെ വിത്ത് ഇങ്ങനെ വെതിരിട്ടുണ്ട്. വെതിരിച്ച് വളർന്നു തുടങ്ങിയില്ല, അങ്ങനെ അമ്മ പറഞ്ഞത്. നമ്മളെ വീട്ടിലേക്ക് കയറാത്. നമ്മുടെ ചിക്കൻ കറി റെഡിയായോ? ഇപ്പോഴും ആചാരം അങ്ങനെ തന്നെ ചെയ്യിക്കുന്നുണ്ട്. ആചാരം മറക്കാൻ പാടില്ല, അല്ലെങ്കിൽ ചിക്കൻ കറി ഫുള്ള് കുളമാവല്ലേ അമ്മ? അതല്ല, ഇതിൻ്റെ കൂടെ എന്താണെന്നറിയാം? എന്താ? ഇത് നമ്മളിങ്ങനെ തവി ഇങ്ങനെ ഇതിൻ്റെ മേലെ തന്നെ വെക്കണം. എന്തിന്? അതങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെന്തോ എന്ന് നോക്കാൻ വേണ്ടി നമ്മളെ തവി എടുക്കണം, തവൂലൊന്നും ഉപയോഗിക്കാണ്ട്. അന്നേരം ഒരു മ്യൂസിക് വരും. അയ്യോ എൻ്റെ അമ്മച്ചേ, അതാണ് കൈപൊള്ളൽ. കൈപൊള്ളൽ. ഇതോടെ വെന്തോളൂ, നീ അവിടെ നിന്ന് മെനക്കെടണ്ടടി. ടൈം എടുക്കും. അത്ര ഈസി അല്ല കഴിക്കുന്ന പോലെ. ഇവിടെ തന്നെ നിൽക്കുന്ന എന്താ വെച്ചാൽ ഇതൊരു മുറ്റത്തായതുകൊണ്ടും ആ കട കിച്ചണിൽ ഇങ്ങനെ പോകാൻ പോലും തോന്നുന്നില്ല. ഇവിടെയാണെങ്കിൽ ഒരു സുഖമല്ലേ. ഞാൻ പൂച്ച വരുന്ന വീഡിയോ എടുത്തിട്ട് ഇതാടി അമ്മണി പൂച്ച വരുന്നു. ചിക്കൻ്റെ മണം അടിച്ച് അതാ വരുന്നുണ്ട്. ഇനി ഇവിടെ കൂടാന്ന് കണ്ടോ. ഈ കള്ളി നമ്മുടെ നാട്ടിൽ എല്ലാ വീട്ടിൽ പോയിട്ട് ഫുഡ് മോഷ്ടിക്കല്ല, ഇങ്ങനെ ഫുഡ് കിട്ടാൻ ഇങ്ങനെ കിടന്ന് കാര്യം. ഈ കളി ഉണ്ടല്ലോ, ഓരോരോ വീട്ടിൽ പോയിട്ട് ഓരോരോ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കിട്ടുമോയെന്ന് നോക്കാൻ ചെയ്ത് കിടന്ന് കാര്യം കണ്ട. അതന്നെ, പ്രിയാൻറ്റി എന്ന് പറയാൻ അമ്മക്കൊരു ഫ്രണ്ട് ഉണ്ട്. ആ പ്രിയാൻറ്റിക്ക് 20 അപ്പുറത്തെ പൂച്ച ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം നമ്മളിതാ ഒരു പ്രത്യേക വീഡിയോയിൽ ഒരു ക്ലിപ്പ് പ്രിയാൻറ്റിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കിടന്ന് കാരാണ്. നിനക്ക് ചിക്കൻ കറി ഒന്നും കിട്ടത്തില്ല, ഞാൻ ഫുള്ള് നിർത്തും. ഇത്തിരി തരാം. അപ്പം അടുത്തത് വരുന്നു. നമ്മുടെ നാട്ടിലത്തെ എല്ലാ വീട്ടിൽ പോകും ഇത്. പിന്നെ ഫുഡ് കിട്ടാൻ വേണ്ടി കറിയെ കണ്ട
പക്ഷെ കൂടുതൽ ഇങ്ങോട്ടാണ് വരുന്നത്, എന്താണെന്ന് അറിയത്തില്ല. ഈ മാവിലുണ്ടല്ല ഈ 2 പൂച്ചകളും ഇങ്ങനെ കയറിപ്പോവും. വെറുതെ പറയുന്നത്, ശരിക്കും ഇങ്ങനെ കയറി പോലുണ്ട്. കണ്ടോ അവിടെ ഒരു സിംഹത്തിൻ്റെ പോലെ ഇരിക്കുന്നു. അതെ എണീറ്റ് പോയി. നമ്മൾ പോകുമ്പോൾ തിന്നാന്ന് വിചാരിച്ചിട്ട് അത് നോക്കാതെ ഒളിഞ്ഞിരുന്ന് തിന്നോക്കണ്ട. ഒരു ചിക്കൻ പീസ് കൊടുത്തതുകൊണ്ട് മാത്രം അവിടെ ഇങ്ങനെ ഇപ്പം ബെസ്റ്റ് ചിക്കൻ എടുത്ത് കളഞ്ഞു. ചിക്കൻ വെച്ചാൽ അടികൂട്. 2 പീസ് ചിക്കൻ കൊടുക്കണമായിരുന്നു. എന്തോന്നാ എന്നാൽ പിന്നെ നമ്മളും കൂടി ഇത്തിരി ഒന്ന് ഫുഡ് നിന്നിട്ട് വരാം കേട്ടാ. ബൈ.